ഇന്ത്യയുടെ എയർഫോഴ്സ് ചീഫ് ബാംഗ്ലൂരിൽ നടക്കുന്ന എയ്റോ ഏവിയേഷൻ എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമൻറ്റ് കൊടുത്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കമൻറ്റ്. ഇതുമായിട്ട് അതിന് തൊട്ട് മുമ്പാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും US ഗവൺമെൻറ്റുമായിട്ട് ഏകദേശം ഒരു ധാരണയിലാകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി F-35 വാങ്ങാം. ഇപ്പോൾ എന്താണ് അദ്ദേഹം കൊടുത്ത കമൻറ്റ്? അത് എയർ ചീഫ് മാർഷൽ AP സിംഗ്, നല്ലൊരു ഫൈറ്റർ പൈലറ്റ് കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, തേജസ് എന്ന് പറഞ്ഞവർ പല രീതിയിലും പല ലംഘനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ എയർഫോഴ്സ് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തു MiG-21 അത് ഫേസ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് മാറ്റുകയാണ്. കാരണം പഴയ എയർക്രാഫ്റ്റാണ്, അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് പോലും പ്രോപ്പറായിട്ട് ഫ്ലൈ ചെയ്യുന്നു. അതായത് പീസ് ടൈമിൽ പോലും അപകടങ്ങൾ ഉണ്ടാകുന്നു. അതായത് സോർട്ടീസ് ട്രയൽ റണ്ണിൽ പോയി ട്രയലായിട്ട് രാത്രിയിലും പകലും പറക്കുമ്പോൾ പോലും അപകടങ്ങൾ സ്ഥിരമായിട്ടുണ്ടാകുന്നു. അതുപോലെ തന്നെ അപകടം ഉണ്ടായിട്ടൊക്കെ ലാൻഡ് ചെയ്യുകയാണ്. അതായത് MiG-21 പൂർണ്ണമായിട്ടും മാറ്റണം. രണ്ടാമത്തെ ഒരു ഇന്ത്യൻ എയർഫോഴ്സ് പോകുന്നൊരു ഡിമാൻഡുണ്ട്. അതായത് സുക്കോയ് 30 MK അത് റീപ്ലേസ് ചെയ്യണം. അതിൻ്റെ അകത്ത് റഷ്യൻ എയർക്രാഫ്റ്റിൽ MiG-29 മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ റെഡിനെസ്. അതായത് ഇപ്പോഴെന്തെങ്കിലും യുദ്ധം വരുവാണെങ്കിൽ MiG-21 റഫേലും ജഗ്വാറും മിറാഷും മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇതാണ് സ്ഥിതി വളരെ മോശമാണ്. കാരണം അത് തുറന്നങ്ങ് പറഞ്ഞു അദ്ദേഹം. എന്തുകൊണ്ടാണ് ഈ തേജസ് എന്ന് പറയുന്ന സംഭവം അവർ 11 ഓർഡർ ചെയ്തിരുന്നു, ഇന്നും അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ പറയുന്ന ഡെഡ് ലൈൻ കഴിഞ്ഞു. അതിനെ തുടർന്ന് അദ്ദേഹം പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്. ഇതിൻ്റെ ട്രയൽ റണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫൈറ്റർ പൈലറ്റ്സുകളും എക്സ്പേർട്ടുകളും എല്ലാം കൂടെ ചേർന്ന് ഒരു കാര്യം പറഞ്ഞു. ഇതിനകത്ത് പല സ്പെസിഫിക്കേഷൻ, പല മാറ്റങ്ങൾ വേണം. ഇവരെല്ലാം ഫൈറ്റർ പൈലറ്റ്സാണ്. അപ്പോൾ അവർ പറഞ്ഞത്, കാരണം ഈ 4th ജനറേഷൻ ജെറ്റിൻ്റെ സ്വഭാവമെങ്കിലും ഈ തേജസ്സിന് വേണം. ഇതാണ് അവരുടെ ഡിമാൻഡ്. അതായത് നമ്മൾ ഈ റഫേൽ 4.5 എന്ന് പറഞ്ഞാലും അതൊരു 4th ജനറേഷൻ ജെറ്റ്. അതാണ് അതിൻ്റെ. അതുകൊണ്ടാണ് നമ്മളത് വാങ്ങി നമുക്ക് വില കുറച്ച് കിട്ടിയതും. ഇനി അത് ഫ്രാൻസ് ഉണ്ടാക്കുന്നില്ല, ഇന്ത്യ ഉണ്ടായിക്കോളാൻ പറഞ്ഞത്. അതായത് 5th ജനറേഷൻ അല്ല ഈ റഫേൽ എന്ന് പറയുന്നത്. പക്ഷേ പെർഫോമൻസ് ബേസ്ഡും ടെക്നോളജി ബേസ്ഡും അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ അത് F-35 കമ്പയർ ചെയ്യുമ്പോൾ അതായത് മെർസിഡസ് ബെൻസും മാരുതി 800 പോലെ ഇരിക്കും. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ 5th ജനറേഷൻ, 4th ജനറേഷൻ, 3rd ജനറേഷൻ എന്നൊക്കെ പറയുന്നത്? ഇപ്പം MiG-21 എന്ന് പറയുന്നത് ഒരു 2nd ജനറേഷൻ, അതായത് 2G പോലെ ഇരിക്കും. അപ്പോൾ ഇവിടെ 5Gയും 6G ആയി. ഇപ്പം 5G ഉപയോഗിക്കുന്ന ആൾ 2G ഉപയോഗിക്കും. ഇതാണ് സംഭവം. ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. വെൽ അഡ്വാൻസ്ഡ് ആണ്, ടെക്നോളജി ഹൈ എൻഡ് ആണ്, സ്റ്റെൽത്ത് പവർ കൂടുതലാണ്, ഈ റഡാർ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ശത്രുവിൻ്റെ ഡിഫൻസ് സിസ്റ്റം, അതായത് എയർ ഡിഫൻസ് സിസ്റ്റം ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ് കൊടുത്തിട്ട് അവിടെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ 5th ജനറേഷൻ എയർക്രാഫ്റ്റിന് ലോകത്ത് ഇത്രയും ഡിമാൻഡ്. അപ്പോൾ റഫേൽ എന്ന് പറഞ്ഞ 4th ജനറേഷനാണ്. ഫ്രാൻസ് അത് 4.5 ജനറേഷൻ എന്ന് പറഞ്ഞാലും ഇന്ത്യൻ എയർഫോഴ്സ് ഒഫീഷ്യൽസ് അത് 4th ജനറേഷനായിട്ട് കണക്ക് കൂട്ടുന്നുള്ളൂ. കാരണം അത്ര അഡ്വാൻസ്ഡ് ടെക്നോളജി ഒന്നും അതിൻ്റെ അകത്തില്ല. ഇപ്പോൾ തേജസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റുകൾ ട്രയൽസിൽ ആവശ്യപ്പെട്ടത് ഇത് മിനിമം ഒരു 3.5 അല്ല 4th ജനറേഷനെങ്കിലും ആകണം. അതിനുവേണ്ടി ചില സ്പെസിഫിക്കേഷൻ അവർ പറഞ്ഞത് എന്തൊക്കെ ചെയ്യണമെന്ന് HAL-ുമായിട്ട് ബന്ധപ്പെട്ട്. ഈ പുല്ലൊന്നും അവർ ചെയ്തില്ല. അവർ ചെയ്തേക്കുന്ന ചില സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു. ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴെങ്ങനെയാണ് ഇതിൻ്റെ ടെക്നോളജി മാറുന്നത്? അതിനെയാണ് AP സിംഗ് വളരെ ശക്തമായ ഭാഷയിലാണ് പറയുന്നത്. കാരണം ഇത് ഏകദേശം വളരെ വർഷങ്ങൾക്ക് മുമ്പ് പല എയർഫോഴ്സ് അതിൻ്റെ എക്സ്പേർട്ട് കമ്മിറ്റി ആവശ്യപ്പെട്ടാണ് എന്തൊക്കെയാണ് ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, സ്പെസിഫിക്കേഷൻ്റെ അകത്തും ഏതൊക്കെ രീതിയിലാണ് ഈ ഫ്ലൈ ചെയ്യുമ്പോൾ ഇതിന് അനുഭവം ഉണ്ടാകേണ്ടത്. കാരണം എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്
HAL പറയുന്നത് ഭയങ്കര ന്യായമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഓർഗനൈസേഷനാണ്, PSU ആണ്. അവർ പറയുന്നത് ഇത് ഇഞ്ചൻ കിട്ടാൻ ലേറ്റ് ആയത് ജനറൽ ഇലക്ട്രിക് GM ആണ് ഇഞ്ചൻ കൊടുക്കുന്നത് ഫൈറ്റർ, അതുകൊണ്ടാണ് ഡിലേ ആയത്. പിന്നെ മറ്റു പല കാര്യങ്ങൾ പറയുന്നു ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ. അതായത് ഞാനിപ്പോൾ എൻ്റെ ഒരു കൺക്ലൂഷൻ, ഞാനൊരു 2-3 സീനിയറായിട്ടുള്ള സെർവിങ് എയർഫോഴ്സ് ഒഫീഷ്യൽസ്, അതായത് എയർ മാർഷൽസ്, എയർ വൈസ് മാർഷൽ, ഇവരോടൊക്കെ സംസാരിച്ചു. റിട്ടയർ ചെയ്ത 2-3 സീനിയർ ഒഫീഷ്യൽസ്, അവരോട് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഈ MiG-29 ഈ പറയുന്ന തേജസ്സുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെന്തിനാണ് ഇതിനകത്ത് എക്സ്ട്രാ സ്പെസിഫിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ വില റഫേലിനേക്കാളും കൂടുതലാണ്. പിന്നെന്തിനാ ഈ സാധനങ്ങളെല്ലാം ഇവിടുന്ന് കൊണ്ടുവന്ന് അസംബിൾ ചെയ്തിട്ട് ഈ സാധനം പെർഫോം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഗവൺമെൻറ് ഇത്രയും പണം സ്പെൻഡ് ചെയ്യുന്നത്? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന റഷ്യൻ MiG-29 ഈ പറയുന്ന തേജസ്സും സ്പെസിഫിക്കേഷൻ വരുത്തിയാൽ തന്നെ അതിൻ്റെ പെർഫോമൻസേ ഉള്ളൂ ഇതിന്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇത് കൂടുതൽ കാര്യങ്ങൾ ഈ വാർഫീൽഡിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ എത്രമാത്രം സേഫ്റ്റി ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ചോദ്യത്തിനും പ്രസക്തിയുണ്ട്, ഈ പറച്ചിലിനും പ്രസക്തിയുണ്ട്. ഇതുമായിട്ട് പല ഓഫീഷ്യൽസുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ HAL എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പ്രൈവറ്റൈസ് ചെയ്യണം. ഏതെങ്കിലും ഇന്ത്യയിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടാറ്റയോ L&Tയോ അതേപോലെ അങ്ങനെയുള്ള കമ്പനികൾക്ക് കൊടുത്തിട്ട് ഗവൺമെൻറ് ഫണ്ട് ചെയ്യണം എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. കാരണം ഒരു കാരണവശാലും ഇത് ഗവൺമെൻറ് സെക്ടറിൽ ഈ സാധനങ്ങൾ ഉണ്ടാകാൻ വലിയ പാട്. കാരണം 100 കണക്കിന് നൂലാമാലകളാണ്. ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ് ഏറ്റെടുത്തിരുന്നുവെങ്കിൽ GMുമായിട്ട് സംസാരിച്ച് എത്രയോ വേഗം എൻജിൻ കിട്ടിയാൽ മറ്റുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും മിടുക്കന്മാരായ ഇന്നത്തെ തലമുറയിലുള്ള എഞ്ചിനീയേഴ്സിനെ വെച്ച്, കാരണം ഈ പ്രൈവറ്റ് കമ്പനി ശരിക്കും പണം കൊടുക്കും, അവരിത് ഡിസൈൻ ചെയ്ത് കൈ തന്നെ. അതേപോലെ തന്നെ പ്രൈവറ്റ് കമ്പനികൾക്ക് വെളിയിൽ, അതായത് വിദേശം, അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്ന ഏവിയേഷൻ എക്സ്പേർട്ടുകളായ ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് ഈ സാധനം പൂർണ്ണമായിട്ട് റീഡിസൈൻ ചെയ്ത് ഇതിനെ 4.5 രീതിയിലൊക്കെ ആക്കിയെടുക്കാം. പക്ഷേ HALനെ കൊണ്ട് സാധിക്കില്ല. ഇവിടെയാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞ് ഇത്രയും പേരോട് സംസാരിച്ചിട്ടും, അതായത് പല വാറുകളിലും ഈ ഓപ്പറേഷൻ കോൺഫ്ലിക്റ്റിലൊക്കെ ചെയ്തവരുൾപ്പെടെ പറയുന്നത് ഒരിക്കലും HALനെ കൊണ്ട് ഈ പറയുന്ന 4th ജനറേഷൻ ഫൈറ്റർ ഉണ്ട് ഈ തേജസിനെ കൊണ്ട് അവർക്ക് മാറ്റാൻ കഴിയത്തില്ല. ഇതൊരു പ്രൈവറ്റ് എൻ്റർപ്രൈസസ് അവർക്ക് ടേക്ക് ഓവർ ചെയ്തിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫണ്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ്, കാരണം അക്കൗണ്ടബിലിറ്റി കൂടും. ഒരു ഗവൺമെൻറ് ചെയ്യുന്നതും ഒരു പ്രൈവറ്റ് കമ്പനി ചെയ്യുന്നതും വളരെ വ്യത്യാസമാണ് പല രീതിയിലും. കാരണം ഗവൺമെൻറ് എല്ലാം പല റെഗുലേഷൻസ് ഉണ്ട്, ഇത്ര ശമ്പളം ഇത്. പക്ഷെ പ്രൈവറ്റ് കമ്പനി മിടുക്കനായ ആൾക്കാരെ പോച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ സാധനം പെർഫോം ചെയ്തിട്ട് ഈ സാധനം അവർക്ക് ഡെലിവറി ചെയ്യും, കറക്റ്റ് സമയത്തിന് പോവുകയും ചെയ്യും. അതായത് ഞാൻ വീണ്ടും കൺക്ലൂഡ് ചെയ്യുന്നത്, ഗവൺമെൻറ് മേഖലയിൽ അധികവും ഈ ഡിഫൻസിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. കാരണം ലോകമൊക്കെ മാറി, ഇവിടെ പല ജോലിക്കാരും പല മിടുമിടുക്കന്മാരെയും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെ വിദേശത്തുനിന്ന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യക്കാരായ ജോലി ചെയ്യുന്ന പല എൻജിനീയേഴ്സും വരണമെന്നുണ്ടെങ്കിൽ ഇത് പ്രൈവറ്റ് മേഖലയിൽ പോയാലേ സാധിക്കുകയുള്ളൂ. കാരണം അവരെ ഈ പ്രൈവറ്റ് കമ്പനികൾ കൊണ്ടുവന്നിട്ട് അവർ പെർഫോം ചെയ്ത്, കാരണം ഗവൺമെൻറ് ഫണ്ട് ചെയ്യണം. കാരണം ഗവൺമെൻറ് ഫണ്ട് ചെയ്തിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് അത് വാങ്ങുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ശരിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ L&T ആണ് ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർമേർഡ് ടാങ്ക് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ടാങ്കാണ് ലോകത്തിൽ. കാരണം ജർമ്മൻ ടെക്നോളജിയും പലതും എല്ലാം കൂടെ ചെയ്തിട്ട് L&T ബ്യൂട്ടിഫുള്ളായിട്ട് അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആർമേർഡ് ടാങ്ക് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നേരത്തെ ഇത് ആവടിയിലും മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ അത് ഗവൺമെൻറ് സെക്ടറിലാണ് ഡിസൈൻ ചെയ്ത് പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്ത് കംപ്ലീറ്റ് അങ്ങ് മാറിയത്. പെർഫോം ചെയ്യാതെ അതിൽ ബലിസ്റ്റിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഉണ്ട് അതിൻ്റെ അകത്ത്. സംഭവം ഹൈ എൻഡ് പെർഫോമൻസാണ് ഈ സാധനം. ഇതേപോലെ തന്നെ എയർക്രാഫ്റ്റും ഇന്ത്യ ഉണ്ടാക്കുമ്പോൾ ഈ ഇവിടുന്നൊക്കെ അസംബിൾ ചെയ്യുന്നതൊക്കെ ഫൈൻ, പക്ഷേ ഗവൺമെൻറ് സെക്ടറിൽ ഇത് നടക്കത്തില്ല. അതുകൊണ്ട് ഏതെങ്കിലും പ്രൈവറ്റ് സെക്ടറിന് കൊടുത്തിട്ട്, കാരണം എയർ ചീഫ് മാർഷൽ വളരെ ചൂടാകാൻ കാരണം ഈ ഫേസ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഷോർട്ടേജ് ഉണ്ടാവുകയാണ് എയർക്രാഫ്റ്റിന്. അതായത് ഇന്ത്യൻ എയർഫോഴ്സ് എപ്പോഴും റെഡി ആയിട്ടിരിക്കണം. അതായത് 24 മണിക്കൂർ നോട്ടീസ് പീരീഡിനുള്ളിൽ റെഡി ആയിട്ട് വാറിന് പ്രിപ്പയർ ചെയ്യണം.
അപ്പം അത് ഈ HAL മുഖാന്തരം അത് ഇല്ലാതാവുകയാണ്. അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത് ഗവൺമെൻറ് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതാണ് അയാൾ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ HAL പറഞ്ഞത്. കാരണം ഇവർ ടൈം ലൈൻ പാലിക്കുന്നില്ല, എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻ കൊടുത്തത്, ഇതൊരു 4th ജനറേഷൻ ജെറ്റ് എന്ന രീതിയിൽ MiG-29 എങ്കിലും ക്വാളിറ്റിയിൽ ഇതിനെ കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ല. പിന്നെ എന്തിനാണ് ഇവരെ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇത് ഗവൺമെൻറ് സീരിയസ് ആയിട്ട് എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.